അർജുൻ മട്ടന്നൂർ വിവരങ്ങളുമായുണ്ട്. അർജുൻ, ഇപ്പോൾ ഇന്നലെയും ഇന്നുമായി വലിയ പ്രഖ്യാപനങ്ങളാണ്. ഒരുപാട് നിക്ഷേപകർ എത്തിയിരിക്കുന്നു. എന്താണിപ്പോൾ ഈ പ്രഖ്യാപനങ്ങളോടുള്ള സർക്കാരിന്റെ പ്രതികരണം? സ്മൃതി, ഇൻവെസ്റ്റ് കേരള ആഗോള നിക്ഷേപക ഉച്ചകോടിയിൽ സംസ്ഥാന സർക്കാർ പ്രതീക്ഷിച്ചതിനേക്കാൾ അധികം രൂപയുടെ നിക്ഷേപങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നാണ് വ്യവസായ വകുപ്പ് പറയുന്നത്. 1 ലക്ഷം കോടി രൂപയുടെ നിക്ഷേപങ്ങളാണ് പ്രതീക്ഷിച്ചത്. എന്നാൽ 1.5 ലക്ഷം കോടി രൂപയുടെ നിക്ഷേപങ്ങൾ, കൃത്യമായി പറഞ്ഞാൽ 1,52,905 കോടി രൂപയുടെ നിക്ഷേപമാണ് ഉണ്ടായിട്ടുള്ളത്. 374 കമ്പനികളാണ് കേരളത്തിൽ നിക്ഷേപം നടത്താൻ വേണ്ടി താൽപര്യം പ്രകടിപ്പിച്ചിട്ടുള്ളത്. ഇതിൽ 24 IT കമ്പനികളും ഉൾപ്പെടുന്നുണ്ട്. 8,500 കോടി രൂപയുടെ നിക്ഷേപമാണ് IT മേഖലയിൽ മാത്രം നടക്കാൻ പോകുന്നത്. ഇതിലൂടെ 60,000 പേർക്ക് IT മേഖലയിൽ തൊഴിൽ ലഭിക്കുകയും ചെയ്യും. 2 ദിവസം നീണ്ടുനിന്ന ഉച്ചകോടിയിൽ മുഖ്യമന്ത്രിയും വ്യവസായ മന്ത്രിയും പൂർണ്ണമായും പങ്കെടുത്തിരുന്നു. പ്രധാനപ്പെട്ട വ്യവസായികളുമായും അതോടൊപ്പം തന്നെ സംരംഭകരുമായും മുഖ്യമന്ത്രിയും വ്യവസായ മന്ത്രിയും കൂടിക്കാഴ്ച നടത്തുകയും അവരുടെ മുമ്പിലുള്ള പ്രതിസന്ധികൾ പരിഹരിക്കാമെന്ന് ഉറപ്പു നൽകുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഉദ്ഘാടന ചടങ്ങിലും സമാപന ചടങ്ങിലും അടക്കം പ്രതിപക്ഷ നേതാക്കൾ പങ്കെടുത്തു എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ്. ഉദ്ഘാടനത്തിന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പങ്കെടുത്തു. സമാപന ചടങ്ങിൽ പ്രതിപക്ഷ ഉപനേതാവ് കൂടിയായ PK കുഞ്ഞാലിക്കുട്ടിയാണ് പങ്കെടുത്തത്. എന്നും വികസനത്തിനോട് പ്രതിപക്ഷത്തിന് പോസിറ്റീവ് നിലപാടാണ് എന്നാണ് PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞത്. അതോടൊപ്പം തന്നെ സമാപന സമ്മേളനത്തിൽ കേന്ദ്രമന്ത്രി ജോർജ് കുര്യനും പങ്കെടുത്തു. കേരളത്തെ സംസ്ഥാന സർക്കാരിനെ കേന്ദ്രമന്ത്രി അഭിനന്ദിക്കുകയും ചെയ്തു. കേന്ദ്രം അനുവദിച്ച പല പദ്ധതികളും കേരളം സമയബന്ധിതമായി പൂർത്തിയാക്കി എന്നായിരുന്നു ജോർജ് കുര്യന്റെ പ്രതികരണം.